ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്ന് നമ്മളൊരു ജംഗ്ഷൻ മറ്റേ വെള്ളം നിൽക്കരുത് ഇതിന് കണ്ടാണ്ടാണ് നമ്മൾ ചെയ്യണത്. ഒരു പുതിയൊരു മെത്തേഡാണ്. ഈ 4 ഇഞ്ചിന്റെ ഒരു പൈപ്പ് എടുത്തിട്ട് ഇത് 3/4 ഇഞ്ച് 25 mm ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ നമ്മൾ എന്താട്ടി 4 ഇഞ്ചിന് 3 തുളച്ചിട്ട് അതില് ഹൈറ്റ് കുറഞ്ഞ ഭാഗം മേലക്കാക്കിയിട്ട് നമ്മൾ ഈ ഇതിൽ കൊള്ളിച്ചു. 4 ഇഞ്ചില് കൊള്ളിച്ചിട്ട് ഹോൾട്ടിട്ട് ഈ പൈപ്പുകൾ നമ്മൾ അതിൽ കയറ്റും. ഈ പൈപ്പ് ഇത് കയറ്റി കഴിഞ്ഞാല് ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണ വെച്ചാല് നമുക്ക് ഈ ജംഗ്ഷനിൽ വെള്ളം നിറയും. മറ്റേപ്പോ ഇത് നമ്മൾ എൻഡ് ക്യാപ്പ് വെച്ചാണ്ട് അടച്ചു കഴിഞ്ഞാൽ ഇതിൽ വെള്ളം നിറഞ്ഞ് പിന്നെ ഈ ജംഗ്ഷനിക്ക് കയറും. ജംഗ്ഷനിന്ന് പൈപ്പ് കൂടിയൊക്കെ വെള്ളവും ചളിയും കയറും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താട്ടും, ഇത് ജസ്റ്റ് മണ്ണിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുള്ളൂ ചെയ്യാം. അപ്പൊ നമുക്ക് വരേണ്ട പൈപ്പ് കൂടുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതിൽ വെള്ളം വന്നാലും മണ്ണിക്ക് ഉതിർന്നു പോവും ഈ വെള്ളം. അപ്പൊ നമ്മളിത് മണ്ണിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ ഇതിൽ ലേസോടി വലിപ്പം കൂട്ടണമെങ്കിൽ കൂട്ടട്ടോ. ഹൈറ്റിനനുസരിച്ച് നമ്മളിവിടെ പൈപ്പിൽ ലേസോടിയും സോക്കറ്റ് അടിച്ച് കൂട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ എൻഡ് കപ്പും വെക്കും. എൻഡ് കപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വേണ്ട ടൈമിൽ തുറക്കാൻ കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇത് എന്തിനെങ്ങനെ വെച്ചാൽ 2 മോട്ടർ, ഈ വീട്ടിൽ 2 മോട്ടറാണ്. അപ്പോൾ ഒന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, ഒന്ന് നമ്മൾ പാടത്തേക്കുള്ളതാണ്. അപ്പൊ ആ രീതി ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജംഗ്ഷൻ വെച്ചിട്ട് ഒറ്റ ലൈനാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ആ ഒരു ലൈനിൽ കൂടി തന്നെ 2 കണക്ഷനും പാടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ജംഗ്ഷൻ ചെയ്യുക. ഇനി എന്നത്തേലും കാലത്ത് നമുക്കിത് തുറക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് തുറക്കും ചെയ്യാം. പിന്നെ എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഒരിക്കലും നിറഞ്ഞാണ്ട് ഈ ജംഗ്ഷനിക്ക് കയറില്ല. കാരണം ഇത് അടി ക്ലോസ് ചെയ്തിട്ടില്ല. അടി മണ്ണ് തന്നെയാണ്, സാധാ മണ്ണ്. അപ്പൊ ആ മണ്ണ് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിൽ വെള്ളം എത്ര ചാടിയാലും. പിന്നെ ഇതിലൊന്ന് സിലിക്കോൺ ഇട്ടാണ്ട് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലേക്ക് വെള്ളം കിടക്കൂല. ബാക്കിയൊക്കെ നമ്മൾ സോൾവെന്റ് വെച്ച് ഒട്ടിക്കും. അപ്പോൾ നല്ലൊരു മെത്തേഡാണിത്. മറ്റേത് ഇവിടെ എൻഡ് കപ്പ് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് കൂടിയൊക്കെ അകത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി ഒരു മെത്തേഡ് കണ്ടുപിടിച്ചതാണിത്. ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള ഒന്ന് അതിന്റെ കമന്റും കാര്യങ്ങളൊന്നും അറിയിക്കണേ.